അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ അകത്ത് കയറിയ ആമിയും റസിയയും സൈനും അവിടെ സോഫയിൽ ഇരുന്നു. സൈനിൻ്റെ നെഞ്ചും വിരിച്ചുള്ള ആ ഇരുത്തം കണ്ടപ്പോൾ റസാക്കിനും അമീറിനും അടിമുടി തരിച്ചു കയറി. സൈൻ പറഞ്ഞു, ഹാ ആമി, ഇവിടെയുള്ള എല്ലാവരെയും വിളിക്ക്. കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിക്ക്. വരുന്നവർ വരട്ടെ, പക്ഷേ ക്ഷണിക്കൽ നമ്മുടെ മര്യാദ. വിളിക്ക്, എല്ലാവരെയും വിളിക്ക് എന്ന് പറഞ്ഞു. അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു നമ്മുടെ ജമീലത്ത. ഹാജറയാകട്ടെ അവിടെ റൂമിൽ തയ്ക്കാനുള്ളതെല്ലാം തയ്ച്ചു കഴിഞ്ഞ് ഫോണിലും തോണ്ടി കിടക്കുകയാണ്. ആമിയെ കൊണ്ടും റസിയാനെ കൊണ്ടും ജോലി ചെയ്യിച്ചിരുന്ന ജമീലത്താക്ക് സ്വന്തം മകളെ കൊണ്ട് കൈ പൊന്തിച്ച് അവളെ കൊണ്ട് കഴിയുന്നൊരു പാത്രം പോലും കഴുകി വെക്കാൻ സഹായിക്കാൻ അവളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ റസിയയോ ആമിയോ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പിടിപ്പതി ജോലി കഴിഞ്ഞ് അവർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയാൽ പിറ്റേ ദിവസത്തേക്കുള്ള വല്ല ജോലിയുമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതും കൂടെ ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു ജമീലത്താക്ക്. എന്നാൽ അവരുടെ അടുത്ത് ഹാജറാൻ്റെ അടുത്ത് അവരുടെ ആ പരിപ്പൊന്നും വേകില്ല. അവൾ മേലനങ്ങി ഒരു പണിയും എടുക്കില്ല. അവൾക്കും മകനും അമീറിനും റസാക്കിനും ഉള്ളതെല്ലാം ജമീലത്ത തന്നെ ഒറ്റയ്ക്ക് എടുത്തു മടുത്തിരുന്നു. ഹാജറാനോട് പറഞ്ഞാൽ ഹാജറ ജമീലത്താനോട് പറയും, നിങ്ങളെ നിങ്ങളുടെ മരുമകളെ കൊണ്ടും പേരക്കുട്ടിയെ കൊണ്ടും പണിയെടുപ്പിച്ചിരുന്നത് പോലെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് കരുതണ്ട. ഞാനേ ഇവിടെ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് തയ്ക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് തയ്ച്ച് ഞാൻ ആകെ കുഴങ്ങി ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അതുകൊണ്ട് വീട്ടുജോലിയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും അവൾ. തയ്ച്ച് കിട്ടുന്നതിൽ മിക്കവാറും ഹാജറ ബാങ്കിലിടുകയാണ് ചെയ്യുന്നത്. മകന് കിട്ടുന്നതും, മകനും ഒരു കടയിൽ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്, അവന് കിട്ടുന്നതും അതുപോലെ തന്നെ. ചിലവിലേക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചില്ലറ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പേരും പറഞ്ഞാണ് ഇപ്പോൾ ജോലി ചെയ്താണ് ഇവിടെ കഴിയുന്നത് എന്നെല്ലാം പറയുന്നത്. അങ്ങനെ അവരുടേതായ ജോലിയിലാണ്. അടുക്കളയിൽ വന്ന് ആമി ഇങ്ങനെ വാതിൽക്കൽ നിന്ന് നോക്കുമ്പോൾ ജമീലത്ത അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പാത്രങ്ങൾ കഴുകുകയാണ്. സിങ്ക് മുഴുവൻ എച്ചിൽ പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ തന്നെ ആകെ ക്ഷീണിതയായതുപോലെ തോന്നി. അവൾ പിന്നിൽ നിന്ന് വല്യമ്മ എന്ന് വിളിച്ചതും ഞെട്ടിത്തരിച്ച പോലെ ജമീലത്ത തിരിഞ്ഞു നോക്കി. അടുക്കളയിലൊക്കെ ആകെ പൊടിയും മാറാലയും പിടിച്ച് ഒരുപാട് ദിവസമായി വൃത്തിയാക്കാത്തതുപോലെ തോന്നി. കാരണം എല്ലാം കൂടി ജമീലത്തക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ആദ്യം വൃത്തി പോരാ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കള മുഴുവൻ ക്ലീനാക്കി ഭംഗിയിൽ കൊണ്ടു നടന്നാലും ജമീലത്ത ഹാജറയും ജമീലത്തെയും റസിയാനെയും അതുപോലെ തന്നെ ആമയെയും കുറ്റപ്പെടുത്തും. എന്താ ഇവിടെ ഇങ്ങനെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അത്രയും നീറ്റാക്കി കിടക്കുന്ന അടുക്കളയും അതുപോലെ തന്നെ ആ വീട് മുഴുവൻ. എന്നിട്ട് ആ വീടും പരിസരവും ഒക്കെയാണ് ഇപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുന്നത്. പ്രായമായ ജമീലത്തയല്ലേ, അവരെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലും ചെയ്യും. ഹാജറയാണെങ്കിൽ ദേഹം അനങ്ങി ഒരു ജോലിയും ചെയ്യില്ല. അവിടെ കിടക്കുന്നതെല്ലാം കണ്ടപ്പോൾ തന്നെ ആമി അതെല്ലാം കണ്ടു എന്ന ജാള്യത മറക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ജമീലത്ത അടുക്കളയിൽ നിന്നും പോരുന്ന പോലെ, നീയോ, ഇങ്ങോട്ട് പോര്, എന്താപ്പോൾ വിശേഷിച്ച് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൂമുഖത്തേക്ക് ചെന്നു. പൂമുഖത്ത് കണ്ട അതിഥികളെ കണ്ട് ജമീലത്ത ആകെ അന്തം വിട്ടു. റസാക്കിനെ അവരിങ്ങനെ ഒന്ന് നോക്കി. എങ്ങനെയാണ് ഇവരെല്ലാം ഇതിൻ്റെ അകത്ത് കയറിയത്, ഇവനിവിടെ ഉള്ളപ്പോൾ എങ്ങനെ ധൈര്യം വന്നു എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട്.
എങ്കിലും അവർ റസിയാനെ ഒന്ന് ഇങ്ങനെ ദയനീയപൂർവ്വം നോക്കി. ഇവിടെ നിന്ന സമയത്ത് ആകെ കോലം കെട്ട് നിന്നവളാണ്. ഇപ്പോൾ ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. ആമിയും അതുപോലെ തന്നെ നല്ല തടിച്ച് വെളുത്ത് ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു. കാരണം ആ അടുക്കളയിലും ആ വീടിനുള്ളിലും ജോലി ചെയ്ത് ഒന്ന് നടുനിവർത്താൻ പോലും സമയം കിട്ടാതെ രണ്ടുപേരും അവിടെ നിന്നിരുന്ന സമയത്ത് ആകെ എല്ലും തോലുമായ കോലമായിരുന്നു. അവരിപ്പോൾ സുഖമായി ജീവിക്കുന്നു. തൻ്റെ അവസ്ഥയോ എന്നെല്ലാം ആലോചിച്ച് ജമീലത്ത ആകെ പരവേശപ്പെട്ടു. അവർ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട്, ആമി ഇനി കല്യാണം കഴിഞ്ഞു പോകും, റസിയെങ്കിലും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി എന്നായിരുന്നു ജമീലത്തയുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം തോന്നിയ നീരസം പെട്ടെന്ന് തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് പിന്നെ അവരോട് സ്നേഹത്തോട് പെരുമാറാൻ തുടങ്ങി. ആ റസിയ മോളോ, ആമി മോളോ, നിങ്ങളെ എപ്പോഴെത്തി? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്താ വിശേഷിച്ച് എന്നെല്ലാം പറഞ്ഞു. സൈനും മോനും ഉണ്ടോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അമ്മായി എവിടെ എന്ന് ചോദിച്ചു ആമി. അവൾ അവളുടെ റൂമിലുണ്ടാവും. അവൾ ആകെ ജോലിയെല്ലാം കുറേ തയ്ക്കാനുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് റൂമിലാണ് എന്നെല്ലാം പറഞ്ഞു. അവരുടെ മുന്നിൽ അവൾ ജോലിയൊന്നും ചെയ്യില്ല, എല്ലാം താനാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്ന് വരുത്തേണ്ട എന്ന് വിചാരിച്ച് അത് മറച്ചു പിടിക്കാനുള്ള ധൃതിയിലായിരുന്നു ജമീലത്ത. റസിയയും ആമിയും മനസ്സിൽ വിചാരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ അവൾ ജോലി ഇങ്ങനെ ചെയ്തിട്ട് തയ്ക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ ഇങ്ങനെ പറയുന്ന പോലെ ഒന്നാകെ തയ്ക്കാനൊന്നും കിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ആളുകളും റെഡിമെയ്ഡാണ് എടുക്കുന്നത്. അല്ലറ ചില്ലറ എന്തെങ്കിലും മേലടിക്കാനോ അതുപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കിട്ടുകയുള്ളൂ. കാരണം ഹാജറാൻ്റെ അടുത്ത് കഴുത്തറപ്പൻ കൂലിയാണ്. അതിലും കുറച്ച് ചെയ്തു കൊടുക്കുന്ന എത്രയോ തയ്യൽക്കാർ അപ്പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. കിട്ടിയവരെ അവൾ കഴുത്തറുത്തിട്ട് വിടുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അധികമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ സൈഡായി എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി ഓൺലൈൻ വഴി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവൾ ഒരു വരുമാനം കണ്ടെത്തുന്നത്. തയ്ക്കാൻ അവൾ ഇങ്ങനെ ക്ഷീണിക്കാൻ മാത്രം ഒന്നും കിട്ടാറില്ല എന്നെല്ലാം റസിയാക്കും ആമിക്കും അറിയാം. എന്നാൽ ഞാൻ അമ്മായിനെ കൂടി വിളിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഹാജറാൻ്റെ റൂമിലെത്തി. വാതിലിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മെല്ലെ തള്ളി അകത്ത് കയറിയ ആമി കണ്ടു, കട്ടിലിൽ മലർന്നു കിടന്ന് ആരോടോ കത്തിയടിക്കുകയാണ് അവൾ. ഫോണിൽ ആമി വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തെല്ലാമോ തട്ടിവിടുന്നുണ്ട്. എനിക്ക് കുറേ തയ്ക്കാനുണ്ടായിരുന്നു, ഞാൻ ആകെ ക്ഷീണിച്ചു, ഒരുപാട് ഓർഡറുകളുണ്ട്, എന്നെക്കൊണ്ട് എത്തുന്നില്ല എന്നെല്ലാം ആരോടൊക്കെ തള്ളി മറിക്കുകയാണ്. ഇത് കേട്ട് ആമിക്ക് ചിരി വന്നു. എങ്കിലും അവൾ അത് അടക്കി പിടിച്ചുകൊണ്ട് അമ്മായി തിരക്കിലാണോ, ഒന്നിങ്ങോട്ട് വന്നേ എന്നെല്ലാം പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ടതും ഹാജറ ചാടി എണീറ്റു. ഞാൻ പിന്നീട് വിളിക്കാം കേട്ടോ, ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. ആമിയെ വ്യക്തമായി കണ്ടിട്ടും അവൾ വല്ല ആളുകളും പുറത്തു നിന്ന് കയറി വന്ന പോലെ ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്നാണ് ഫോണിലുള്ള അപ്പുറത്തുള്ള ആളോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ ആമിക്ക് മനസ്സിലായി, ഇപ്പോഴും അമ്മായിക്ക് മാറ്റമൊന്നുമില്ല, അതേ പഴയ പോലെ തന്നെ. അല്ലെങ്കിലും ഇപ്പോൾ എങ്ങനെ മാറാനാ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ. അവൾ ചോദിച്ചു, അല്ല അമ്മായിക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഫോണിലുള്ള ആളോട് ആരൊക്കെയോ എന്ന് പറഞ്ഞു. എൻ്റെ ആങ്ങളയുടെ മോൾ ആണെന്ന് പറയാൻ മടിയായിട്ട് ആവും അല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഹാജറ പറഞ്ഞു, ആങ്ങളയുടെ മോളോ, നീയോ? എടി, നിന്നെ ആദ്യം എൻ്റെ ആങ്ങള അംഗീകരിച്ചിട്ടുണ്ടോ മോളായിട്ട്? പിന്നെ ഞാനെന്തിന് നിന്നെ ആങ്ങളയുടെ മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം? അതെല്ലാം അവിടെ നിൽക്കട്ടെ, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? അല്ല, നീ മാത്രമേ ഉള്ളൂ അതോ നിൻ്റെ തള്ളയുമുണ്ടോ? നീയൊക്കെ ഇപ്പോൾ വലിയ ആളാവാൻ പോവുകയല്ലേ, വലിയ മുതലാളിയെല്ലാം കല്യാണം കഴിച്ച് അതിൻ്റെ അഹങ്കാരം കാണിക്കാൻ വന്നതാവും അല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു,
അഹങ്കാരം കാണിക്കാനൊന്നും വന്നതല്ല അമ്മായി. എൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ച. അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഉമ്മറത്തേക്ക് വരൂ എന്നെല്ലാം പറഞ്ഞു. ഓ, ഇനിയിപ്പോൾ അതിൻ്റെ കുറവേയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആമയുടെ പിന്നാലെ പിറുപിറുത്തുകൊണ്ട് ഹാജറ പൂമുഖത്തേക്ക് നടന്നു.